മുരളി നെല്ലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ രാത്രിമഴ. അമ്പിളി മുറിയിൽ വന്നപ്പോൾ അർച്ചന എഴുന്നേറ്റിരുന്നു. അവൾ കഥ കടിച്ച് കുറ്റിയിട്ട ശേഷം അടുത്ത് വന്നിരുന്നു. അച്ഛൻ ഇങ്ങനെയൊരു മനസ്സുണ്ടാവുമെന്ന് കരുതിയതല്ല. നാളെ ചേച്ചിയെ ഒരു ഡോക്ടറെ കൊണ്ടുചെന്ന് കാണിക്കാൻ അമ്മയോട് പറഞ്ഞു. തട്ടിക്കയറിയ രേവതി ചേച്ചിയെ വഴക്ക് പറഞ്ഞ് ഒതുക്കുകയും ചെയ്തു. അർച്ചന കേട്ടിരുന്നു. പുനലൂര് അന്ന് കണ്ട ഡോക്ടറെ കണ്ടാൽ മതിയത്രേ. അർച്ചനയ്ക്ക് ആശ്വാസം തോന്നി. കുഞ്ഞിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ല ചേച്ചി, കൊടുക്കാം മോളെ. അമ്പിളി അവളെ അമ്പരപ്പോടെ നോക്കി. ചേച്ചിക്കതിന് കഴിയൂ? കൊന്നുകളയുന്നതിനേക്കാൾ നല്ലതല്ലേ എവിടെയെങ്കിലും എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത്? എനിക്കതിനുള്ള യോഗമേ ഉള്ളൂ എന്ന് കരുതാം. അമ്പിളിക്ക് സങ്കടം വന്നു. പിന്നീടൊന്നും പറയാതെ അവൾ ലൈറ്റ് അണച്ചു. പിറ്റേന്ന് റോസ് മലയിൽ നിന്ന് ആദ്യ ബസ്സിൽ ശ്യാമളയും അർച്ചനയും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഒരിക്കൽ കൂടി ഡോക്ടർ ഹിമ വാസുദേവൻ്റെ മുന്നിൽ അർച്ചന ചെന്നിരുന്നു. അർച്ചനയെ കണ്ടപ്പോൾ ഡോക്ടർ ഹിമയ്ക്ക് ആളെ മനസ്സിലായി. എന്താ വീണ്ടും? അർച്ചനയുടെ നോട്ടം ശ്യാമളയിലേക്ക് നീണ്ടു. മറ്റൊരു ഹോസ്പിറ്റലിലും ഞങ്ങൾ പോയില്ല ഡോക്ടർ. വിധി അതാണെങ്കിൽ വേറെന്ത് ചെയ്യാനാ? പ്രസവം നടക്കട്ടെ, ശ്യാമള പറഞ്ഞു. ഡോക്ടർ ഹിമ അർച്ചനയെ ശ്രദ്ധിച്ചിരുന്നു. ഒരു ചെറിയ ചിരി ആ ചുണ്ടിലുണ്ടായിരുന്നു. എഴുന്നേറ്റ് വാ. ഡോക്ടർ ഹിമ അർച്ചനയെ ചെക്കപ്പ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കയറി കിടക്ക്. അവൾ ബെഡിൽ കിടന്നു. എന്താ പുതിയ പരിപാടി? പരിശോധനയ്ക്കിടയിൽ ഡോക്ടർ ചോദിച്ചു. വീട്ടിലെ തീരുമാനം അവൾ പറഞ്ഞു. അപ്പോൾ ഡെലിവറി ഇവിടെയല്ല ഉദ്ദേശിക്കുന്നത്. അത് നിശ്ചയമില്ല മാഡം. കുഞ്ഞ് കൈവിട്ട് പോയാൽ അർച്ചന എന്ത് ചെയ്യും? അവിടുത്തെ ഡോക്ടറും മാഡത്തെ പോലെ മനസാക്ഷിയുള്ള ഒരാളായിരിക്കില്ലേ? ഞാൻ കരഞ്ഞ് കാലു പിടിച്ച് കീഴും. അവരെൻ്റെ സങ്കടം കാണും. ഡോക്ടർ ഹിമ അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കഴിയുമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാൻ നോക്ക്. കുഞ്ഞിനെ ഞാൻ നിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാം. ആരും നിന്നെ ശല്യപ്പെടുത്താനും വരില്ല. നിനക്കൊരാശ്രയം ഞാൻ ശരിപ്പെടുത്തി തരാം. അർച്ചനയുടെ കണ്ണ് നിറഞ്ഞു. ഡോക്ടർ ഹിമ അലിവോടെ അവളുടെ കവിളിൽ തട്ടി. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ധൈര്യമായിരിക്കെ. ദൈവം നിന്റെ കൂടെയുണ്ടാവും. അവൾ ചുരിദാറിൻ്റെ ഷാൾ പിടിച്ച് കണ്ണു തുടച്ചു. കൺസൾട്ടിംഗ് റൂമിൽ വന്നിട്ട് 2 മാസം കഴിക്കാനുള്ള ടാബ്ലറ്റ് ഡോക്ടർ ഹിമ കുറിച്ചു കൊടുത്തു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നാൽ മതി. അർച്ചന തലയാട്ടി. മേശയ്ക്കുള്ളിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഡോക്ടർ ഹിമ അർച്ചനയുടെ നേരെ നീട്ടി. ഇതെൻ്റെ അഡ്രസ്സാ. ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായി വിളിക്കണം. ഫോൺ നമ്പറുമുണ്ട്. ഒരമൂല്യ നിധി പോലെ അർച്ചന അത് വാങ്ങി. പൊയ്ക്കൊള്ളൂ. മുറി വിടുമ്പോൾ ഒരാത്മധൈര്യം അർച്ചനയ്ക്ക് അനുഭവപ്പെട്ടു. ഒരാപത്ത് വന്നാൽ ആശ്രയിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കുന്നു. രാജപ്പൻ ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി. രേവതി, അയാൾ വിളിച്ചു. അടുക്കളയിൽ നിന്ന് രേവതി അങ്ങോട്ട് വന്നു. ഊണ് കഴിക്കാൻ നിൽക്കാതെ. അച്ഛൻ. എവിടേക്കാ? അതിനൊന്നും സമയമില്ല. സന്ധ്യയ്ക്ക് കോട്ടയത്ത് എത്താനുള്ളതാ. പോക്കറ്റിൽ നിന്ന് 2000 രൂപയെടുത്ത് അയാൾ അവൾക്ക് കൊടുത്തു. ഇത് നിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്ക്. അമ്പിളി വരാന്തയിലേക്ക് വന്നു. രാജപ്പൻ ചെരുപ്പ് ധരിച്ച് മുറ്റത്തിറങ്ങി. വേലിക്കരികിൽ എത്തിയപ്പോൾ അയാളൊന്ന് തിരിഞ്ഞു. നീ ഇങ്ങോട്ടൊന്ന് വാടി. രേവതി ഇറങ്ങിച്ചെന്നു. നീ അർച്ചനയ്ക്ക് ഇവിടെ സ്വസ്ഥത കൊടുക്കില്ലെന്ന് എനിക്കറിയാം. 3-4 മാസം കൂടി അവൾ ഇവിടെ നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ആരെങ്കിലും സത്യം അറിഞ്ഞാലുള്ള അവസ്ഥ അച്ഛൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 2 പെൺമക്കളെ പറ്റി അച്ഛനൊരു ഉത്കണ്ഠയുമില്ലേ? നമ്മളിൽ നിന്നല്ലാതെ ഈ വിവരം ഒരു കുഞ്ഞു പോലും അറിയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. 6 മാസം പൂർത്തിയായാൽ മറ്റൊരിടത്തേക്ക് ഞാൻ അവളെ മാറ്റിക്കൊള്ളാം. രേവതി മുഖം വീർപ്പിച്ചു നിന്നു. അവളിപ്പോൾ എൻ്റെ ഐശ്വര്യമാണടി. പ്രസവിച്ച് കിട്ടിയാൽ ഞാൻ ചോദിക്കുന്ന കാശ് SP തരും. 10 ലക്ഷം എന്നത് 20 ആക്കും ഞാൻ. എൻ്റെ വരുതിയിൽ അയാൾ വന്നു കഴിഞ്ഞു. രാഘവൻ വാക്ക് തന്നത് പഴയൊരു ലോറി വാങ്ങാനുള്ള തുകയാ. കയറി വന്ന ഐശ്വര്യം നീ ഒരുത്തിയായി ഇല്ലാതാക്കരുത്. അച്ഛൻ പറയുന്നത് പോലെയൊക്കെ നടന്നാൽ അതൊരു വലിയ കാര്യം തന്നെ. അത് തന്നെ നടക്കുമടി മോളെ. എത്രയോ കാലമായി കണ്ടവൻ്റെ ലോറിയുടെ വളയം തിരിക്കുന്നു. ഒരെണ്ണം സ്വന്തമായാൽ രാജപ്പന് വച്ചടി കയറ്റമാവും. ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോണ്ടേ നമുക്ക്? ഞാനായിട്ട് ഇനി ഒന്നിനുമില്ല. കാണുമ്പോൾ നാവ് ചൊറിഞ്ഞു പോകുന്നതാ. അടക്കി നിർത്തിക്കൊള്ളാം. അച്ഛൻ വിഷമിക്കേണ്ട. തൽക്കാലം കണ്ടില്ലെന്ന് നടിക്കണം. ഒരു മൂലയിൽ അവൾ ഒതുങ്ങിക്കിടന്നുകൊള്ളും. മനസ്സ് നൊന്ത് ആരോടും പറയാതെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ നീയൊന്നും എന്നെ കാണുകയില്ല. പിന്നെ വിഡ്ഢിയായി ഞാൻ എന്നാത്തിന് ജീവിക്കണം? രേവതിക്ക് ഭയം തോന്നി. അയാൾ തിരിഞ്ഞു നടന്നു. അവൾ വീട്ടിലേക്ക് കയറി വന്നു.
നീ എന്നതാടി അച്ഛനോട് എന്നെപ്പറ്റി പറഞ്ഞത്? രേവതി അമ്പിളിയോട് തട്ടിക്കയറി. ഞാൻ എന്നാ പറയാനാ? ഞാൻ അർച്ചനയോട് വഴക്കടിക്കുന്നെന്ന് നീയാ പറഞ്ഞത്. അത് സത്യമല്ലേ? അമ്പിളിയെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് രേവതി മുറിയിലേക്ക് പോയി. വാതിലടച്ചിട്ട് അവൾ മേശയ്ക്കുള്ളിൽ നിന്ന് ഫോൺ എടുത്തു. സജിയുടെ 12 മിസ് കോൾ. ഇന്നലെ രാത്രി വെളുക്കോളം സംസാരിച്ചിട്ടും അവന് മതിയായിട്ടില്ല. പ്രണയിക്കുന്നെങ്കിൽ ഇതുപോലെ വേണമെന്ന് അവൾ ഓർത്തു. ഒന്ന് കാണണമെന്ന് പലതവണ കിഞ്ചിയാലാണ് ദിനേശൻ ഒരിക്കൽ പുറത്തേക്കൊന്ന് വരിക. വന്നാലോ വീട്ടിലെ പ്രാരാബ്ധങ്ങളെ അവന് പറയാനുള്ളൂ. സജിക്കൊരു മെസ്സേജ് കൊടുത്തിട്ട് അവൾ ഫോൺ മേശയ്ക്കുള്ളിൽ വെച്ചു. 3 മണി കഴിഞ്ഞപ്പോഴാണ് ശ്യാമളയും അർച്ചനയും വീട്ടിലെത്തിയത്. വിവരങ്ങൾ അന്വേഷിക്കാനൊന്ന് രേവതി പോയില്ല. 4 മണിയോടെ കുളി കഴിഞ്ഞ് ഡ്രസ് ചെയ്ത് അവൾ പ്രിയങ്കയുടെ വീട്ടിലേക്ക് ഇറങ്ങി. ഗേറ്റ് തുറന്ന് അകത്ത് കയറുമ്പോൾ സജിയുടെ ബൈക്ക് മുറ്റത്തിരിപ്പുണ്ട്. അവൾ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി കാത്തു നിന്നു. വാതിൽ തുറന്നത് സജിയായിരുന്നു. കള്ളച്ചിരിയോടെ അവൻ വഴിയൊഴിഞ്ഞു. അവൾ അകത്ത് കയറിയതും അവൻ വാതിലടച്ചു. എന്താ വൈകിയേ? കുറച്ചു നേരത്തെ വരാൻ പറഞ്ഞതല്ലേ? പരിഭവിച്ച മട്ടിൽ അവൻ അകന്നു നിന്നു. ഒന്ന് പതുക്കെ, പ്രിയങ്ക ചേച്ചി കേൾക്കും. അടക്കിയ സ്വരത്തിൽ അവൾ പറഞ്ഞു. അവൻ ചിരിച്ചു. ഇവിടിപ്പോൾ നമ്മൾ കാമുകന്മാർ മാത്രമേ ഉള്ളൂ. രേവതി ഒന്ന് പകച്ചു. അയ്യോ, പ്രിയങ്ക ചേച്ചി എവിടെ പോയി? വീട് പണിയുന്നിടത്ത് പോയിരിക്കുക. ഗ്രാനൈറ്റിൻ്റെ ലോഡ് വരും. ഞാൻ സൂത്രത്തിൽ അവിടെ നിന്ന് മുങ്ങി. എങ്കിൽ ഞാൻ പോകട്ടെ സജി? നല്ല കാര്യം. പോകാനോ? നിന്നെ ഒന്ന് കാണാൻ ഓടി വന്നതാ ഞാൻ. 5 മണി കഴിയാതെ അമ്മ വരില്ല. നീ വന്നേ. അവൻ അവളുടെ കയ്യിൽ സ്വാതന്ത്ര്യത്തോടെ പിടിച്ച് മുറിയിലേക്ക് ക്ഷണിച്ചു. അവൾ കൈ വിടുവിച്ചു. അതൊന്നും പാടില്ല സജി. ഏത്? കള്ളച്ചിരി അവൻ്റെ ചുണ്ടിലുണ്ടായി. നമ്മൾ തനിച്ചിരുന്ന് സംസാരിക്കുന്നത്. ആരെങ്കിലും വന്നാൽ കുഴപ്പമാവില്ലേ? എനിക്കതൊക്കെ പേടിയാ. അച്ഛനറിഞ്ഞാൽ എന്നെ കൊല്ലും. ഇവിടെ ആരും വരില്ല. വന്നാൽ തന്നെ മുറ്റത്തേ നിൽക്കൂ. നീ വാ. എനിക്കൊരുപാട് കാര്യങ്ങൾ നിന്നോട് ചർച്ച ചെയ്യാനുണ്ട്. നിന്റെ ഒരു തീരുമാനം അറിഞ്ഞിട്ട് വേണം നമ്മുടെ വിവാഹകാര്യം അമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ. അവളെ അവൻ മുറിയിലേക്ക് തള്ളിക്കയറ്റി. എന്ത് മണാ നിനക്ക്? ചന്ദനം തോറ്റുപോകും. അവൻ മണം നുകർന്ന് അടുത്തു വന്നപ്പോൾ അവൾ അകന്നു. അതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. പെണ്ണിൻ്റെ മുന്നിൽ മലർന്നടിച്ച് വീഴുന്നവനല്ല ഞാൻ. അവൻ കട്ടിലിൽ ചെന്നിരുന്നു. ശരീരത്തിൽ തൊട്ടുള്ള ഇഷ്ടമൊന്നും വേണ്ട സജി. ഞാനൊരു പെണ്ണല്ലേ. എന്നെ നീ മനസ്സിലാക്ക്. അവൾ അപേക്ഷിച്ചു. ദേഹത്ത് തൊട്ടാലെന്താ? മറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. അതിന് ഞാൻ തയ്യാറുമല്ല. ഇഷ്ടമുള്ളവർ ഒന്ന് തൊട്ടാലോ കിസ് ചെയ്താലോ എന്താ കുഴപ്പം? അവൾ ഒന്നും പറഞ്ഞില്ല. അവൾ അത്ര എളുപ്പത്തിൽ വളയില്ലെന്ന് അവന് മനസ്സിലായി. അടവ് മാറ്റി പിടിക്കണം. നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. നീ ഇരിക്ക്. നിനക്കൊരു സമ്മാനം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അവളുടെ കൈ പിടിച്ച് അവൻ അടുത്തിരുത്തി. സമ്മാനമോ? കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. അതൊരു സസ്പെൻസ്. ഇനി ഞാൻ അല്പം ഗൗരവത്തിലാണ്. ഹൗസ് വാമിങ്ങിന് അച്ഛൻ വരും. വൃശ്ചികത്തിൽ നടത്താനാ ഇപ്പോഴത്തെ തീരുമാനം. എൻ്റെ വിവാഹക്കാര്യമാണ് പിന്നത്തെ വിഷയം. എൻ്റെ ഇഷ്ടം ഞാൻ അമ്മയോട് പറയട്ടെ? അവൾക്കൊരു കുളിര് തോന്നി. പറഞ്ഞു. നാണത്തോടെ അവൾ മുഖം കുനിച്ചു. അമ്പടി കള്ളി. അവൻ മനസ്സിൽ ചിരിച്ചു. നിന്റെ ചേച്ചിയുടെ വിവാഹം നടക്കാതെ വീട്ടുകാർ സമ്മതിക്കൂ? അതിൻ്റെ ഉത്കണ്ഠയിലാണ് ഞാൻ. രേവതി പെട്ടെന്ന് മുഖമുയർത്തി. അവൾ എൻ്റെ ചേച്ചിയാന്ന് സജിയോട് ആരാ പറഞ്ഞത്? വല്യമ്മയുടെ മോള അർച്ചന. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളേയുള്ളൂ. അയ്യോ, എനിക്കറിയില്ലായിരുന്നു. അവളുടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാ. ഭർത്താവ് മരിച്ചുപോയ വിധവയാ അവൾ. ഏറിയാൽ 4 മാസം കൂടിയേ അവൾ ഇവിടെ ഉണ്ടാവൂ. കോട്ടയത്ത് അവൾക്കൊരു ജോലി ശരിയായിട്ട് വന്നിട്ടുണ്ട്. അവൾ ഇവിടുന്ന് പോവും. അവൻ അമ്പരപ്പായി. പിന്നെ അവളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് നടക്കാതെ പോയതോ? അവൾക്ക് ജാതകദോഷമുണ്ട്. അതാ ഭർത്താവ് വാഴാത്തത്. സജി ഇതാരോടും പറയരുത്. ഏയ്, ഞാൻ പറയില്ല. അവൻ എഴുന്നേറ്റ് ചെന്ന് മേശ തുറന്ന് അതിനുള്ളിൽ നിന്ന് എന്തോ പരതിയെടുക്കുന്നത് അവൾ കണ്ടു. നിന്റെ വിരലൊന്ന് നീട്ടിയേ. എന്നാത്തിനാ? അതിലൊന്ന് തൊടാൻ. അവൻ സ്വാതന്ത്ര്യത്തോടെ അവളുടെ ഇടത് കൈ പിടിച്ചു. അവൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. എന്താ സജി ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? സ്വർണ്ണമോതിരം. അവൻ അവളുടെ അണിവിരലിൽ മോതിരമിട്ടു. അവൾ അത് ഊരിയെടുക്കാൻ ശ്രമിച്ചു. വേണ്ട, അവൻ തടഞ്ഞു. അത് നീയല്ല തീരുമാനിക്കുന്നത്. എന്ത് ഭംഗിയാ നിന്റെ വിരലുകൾക്ക്. മോതിരം കൂടിയായപ്പോൾ എന്തൊരഴകാ. എന്ത് ചെയ്യണമെന്നറിയാതെ രേവതി ഇരുന്നു പോയി. എനിക്കിത് വേണ്ട സജി. ഞാനിപ്പോൾ ഇത് സ്വീകരിക്കുന്നത് മോശമല്ലേ?
എങ്കിൽ നമ്മുടെ ഇഷ്ടവും വളരെ മോശം തന്നെ. നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ഊരി തന്നേക്ക്. മോതിരം ഊരിയെടുക്കാൻ അവൾക്ക് തോന്നിയില്ല. ആദ്യമായാണ് വിരലിൽ സ്വർണ്ണ മോതിരം വീഴുന്നത്. അതിൻ്റെ ഭംഗി അവൾ ഉള്ളാലെ നുകർന്നു. എന്നെക്കുറിച്ച് സജി എന്ത് ധരിക്കുമെന്ന ചിന്തയാ എനിക്ക്. നീ എൻ്റെ പ്രിയപ്പെട്ടവളെന്ന് മാത്രമേ ഞാൻ ധരിക്കൂ. പോരെ എൻ്റെ ചക്കരയ്ക്ക്. അവളുടെ കവിളിൽ അവൻ നുള്ളി ചുംബിച്ചു. നീ ഇത് രാത്രി മാത്രം അണിഞ്ഞാൽ മതി, മറ്റാരും കാണണ്ട. അവൾ തലയാട്ടി. മോതിരം വിരൽ കൊണ്ട് അവൾ കറക്കി നോക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ആള് മിടുക്കി തന്നെ. അത് ഇമിറ്റേഷനാണോന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നും നിനക്കില്ല മോളെ. ഇതെത്ര പവനാ സജി? കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോൾ അച്ഛൻ എനിക്ക് കൊണ്ടുവന്നതാ. വിരലിന് പാകമാകാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. 1 പവന് 3 ഗ്രാമം ഉണ്ടെന്ന് പറയുന്ന കേട്ടു. ആരിതൊക്കെ തൂക്കി നോക്കാനാ? മോതിരം അമ്മ അന്വേഷിക്കില്ലേ? അമ്മ ഇതിൻ്റെ കാര്യം തന്നെ മറന്നിട്ടുണ്ടാവും. അവൻ നിസ്സാരമട്ടിൽ ചിരിച്ചു കളഞ്ഞു. ആദ്യ രാത്രി നമ്മളിങ്ങനെ ചേർന്നിരിക്കുന്ന നിമിഷം നീയൊന്ന് ഓർത്തു നോക്കിയേ. അവൻ അവളോട് മുട്ടിയിരുമി. ദേ ഇതുപോലെ. അവൻ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അവൾ അവനെ തള്ളി മാറ്റി. ഓർക്കാൻ സുഖമുള്ള കാര്യം തന്നെ. അതിനു മുമ്പ് എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ട്. വിചാരിച്ചതിനേക്കാൾ മുറ്റിയ ഇനമാണ് അവളെന്ന് അവന് മനസ്സിലായി. കോട്ടയം പോലൊരു ടൗണിൽ നിന്നാണ് അവളുടെ വരവ്. ഞങ്ങൾക്ക് സ്ത്രീധനമായി തരാനൊന്നുമില്ലെന്ന് അറിയാമല്ലോ. എന്ത് കിട്ടും? അവൻ തമാശ ഭാവിച്ചു. അവൾ മനസ്സിലൊന്ന് ഗണിച്ചു നോക്കി. അർച്ചനയെ കൈമാറിയാൽ അച്ഛന് 20 ലക്ഷം രൂപ കിട്ടുമെന്ന് ആണ് പറഞ്ഞത്. 50 പവൻ കിട്ടും. മതിയാവോ? ഞങ്ങളൊന്നും ചോദിക്കില്ല. തരുന്നത് നീ വാങ്ങിച്ചോ. ഞങ്ങൾക്ക് കുറവാണെന്ന് തോന്നിയാൽ ബാക്കി കൊണ്ടിട്ട് കിട്ടും. അവൾ ചിരിച്ചു. അമ്മ വരാറായിട്ടുണ്ടാവും. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. പേടിക്കണ്ട, ആര്യങ്കാവിലെത്തുമ്പോൾ എന്നെ വിളിക്കും. എന്നാൽ ഞാൻ പോകട്ടെ? സമ്മാനം ഞാൻ തന്നില്ലല്ലോ. നീ ഇരിക്കെ, ഞാനിപ്പോൾ വരാം. അവൻ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. സജി പോയിട്ട് കുറേ നേരമായി. ഇനി എന്ത് സമ്മാനമാണെന്നറിയാതെ അവൾ അത്ഭുതപ്പെട്ടു. എന്തായാലും അവനെ കൊതിപ്പിച്ച് നിർത്തുകയാണ് ബുദ്ധിയെന്ന് അവൾ മനസ്സിലോർത്തു. താലി കഴുത്തിൽ വീഴുന്നതുവരെ പിന്നാലെ കൊണ്ടു നടക്കുന്നതിലാണ് പെണ്ണിൻ്റെ മിടുക്ക്. രേവു. സജിയുടെ വിളി കേട്ട് അവൾ മുറിയിൽ നിന്നിറങ്ങി ചെന്നു. പ്രിയങ്ക ചേച്ചിയുടെ തയ്യൽ മെഷീൻ ഇട്ടിരുന്ന റൂമിലായിരുന്നു അവൻ. എന്താ ഇവിടെ? ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു കവർ എടുത്ത് അവൻ അവൾക്ക് കൊടുത്തു. തുറന്നു നോക്ക്. കവറിനുള്ളിൽ നിന്ന് രേവതി ഒരു ചുരിദാർ എടുത്തു. പിന്നെ അവനെ നോക്കി. കൊട്ടാരക്കരയിലെ വലിയൊരു ഷോപ്പിൽ നിന്ന് നിനക്ക് വാങ്ങിയതാ. എൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? എന്തിനാ സജി ഇതൊക്കെ? ഇതിട്ട് നിന്നെ എനിക്കൊന്ന് കാണണം. ഒരു ഫോട്ടോയും എടുക്കണം പ്ലീസ്. എൻ്റെ മോഹമല്ലേടാ. അവൾ ധർമ്മസങ്കടത്തിലായി. നാളെ ഞാനിതുമിട്ട് വന്നാൽ പോരെ? പ്രിയങ്ക ചേച്ചി തന്നതാണെന്ന് വീട്ടിൽ പറയാം. ആരും സംശയിക്കില്ല. അതുവരെ ക്ഷമിച്ചിരിക്കാനുള്ള മനസ്സ് എനിക്കില്ല. നീ വാതിലടിച്ച് കുറ്റിയിട്ട് ഡ്രസ്സ് ധരിച്ച്. അവൻ പുറത്തിറങ്ങി വാതിൽ ചാരി. ഈ സ്നേഹം എന്നും ഉണ്ടായാൽ മതി. അവൾ ചിരിച്ചു. വാതിൽ കുറ്റിയിട്ട ശേഷം അവൾ ധരിച്ചിരുന്നത് അഴിച്ചുമാറ്റി പുതിയ ചുരിദാർ ധരിച്ചു. കണ്ണാടിയുടെ മുന്നിൽ ചെന്നപ്പോൾ നല്ല ഭംഗി തോന്നി. തൻ്റെ അളവ് കൃത്യമായിരിക്കുന്നു. മനസ്സറിയുന്നവനാ സജി. ചിരിയോടെ രേവതി വാതിൽ തുറന്നു. ഹായ്, രേവു തന്നെയാണോ ഇത്? അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ വിസ്മയത്തോടെ പ്രതികരിച്ചു. നിനക്ക് എന്ത് ചേരും ദേവു, ബ്യൂട്ടിഫുൾ. വേഗം ഫോട്ടോ എടുത്തോ. അവൻ മൊബൈൽ ഫോൺ എടുത്തതും അത് റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ മുഖം വാടി. അമ്മയാ, ഫോട്ടോ പിന്നെ എടുക്കാം. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ. അവൾ വീണ്ടും മുറിയിൽ കയറി വാതിലടച്ചു. തിടുക്കത്തിൽ ഡ്രസ് ചേഞ്ച് ചെയ്ത് പുറത്തു വന്നു. പുതിയ ചുരിദാർ കവറിനുള്ളിൽ അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങട്ടെ? രാത്രി വിളിക്കാം, നീ പോയിക്കോ. അവൻ വാതിൽ തുറക്കുന്നതിനിടയിൽ അവൾ കവർ ബാഗിനുള്ളിൽ തള്ളിക്കയറ്റി. മോതിരം ഊരി കയ്യിലെടുത്തു. ബൈ. മധുരമുള്ള ഒരു ചിരി അവന് സമ്മാനിച്ചിട്ട് രേവതി ഇറങ്ങിപ്പോയി. വാതിൽ അടച്ചയുടൻ സജി മുറിയിലേക്ക് ഓടി വന്നു. ഉയരം കുറഞ്ഞ അലമാരയുടെ മുകളിലിരുന്ന സൂട്ട് കേസുകൾ തള്ളിമാറ്റി ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഹാൻഡി ക്യാം അവനെടുത്തു. അതപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആഹ്ലാദത്തോടെ കൈ ചുരുട്ടി അവൻ ആർത്ത് ചിരിച്ചു. ഹാൻഡി ക്യാം ഡേറ്റ കേബിളിൽ കുത്തി കമ്പ്യൂട്ടറുമായി സജി ഘടിപ്പിച്ചു. ഉത്സാഹത്തോടെ അവൻ കൈകൾ കൂട്ടിത്തിരുമ്മി. 16 മിനിറ്റ് 41 സെക്കൻഡുള്ള വീഡിയോ അവൻ കണ്ടു. വിജയാഹ്ലാദത്തോടെ അവൻ കൈകൾ കൂട്ടിയടിച്ചു ചിരിച്ചു. നീ വീണടി മോളെ.
ഇനി എൻ്റെ കളി ഇത് വച്ച. ഒന്നുകൂടി വീഡിയോ ആദ്യം മുതൽ അവൻ ആസ്വദിച്ചു. ചെരിഞ്ഞു നിന്നാണ് രേവതി ധരിച്ചിരുന്ന ചുരിദാർ മാറുന്നത്. പുറത്തു വന്ന ശേഷം പുതിയ ചുരിദാർ ഊരുന്നത് ക്യാമറയ്ക്ക് അഭിമുഖം നിന്നാണ്. മൗസിലൂടെ സജിയുടെ വിരലുകൾ ചലിച്ചുകൊണ്ടിരുന്നു. സൂം ചെയ്ത് അവളെ പലവട്ടം അവൻ കൺമുന്നിലെന്നവണ്ണം കണ്ടു. 15,000-ൻ്റെ മൊബൈൽ മുതലായി മോളെ. നിന്റെ ഈ സൗന്ദര്യം അനുഭവിച്ചില്ലെങ്കിൽ സജി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇനി ഞാൻ പറയുന്നത് എന്തും നീ ചെയ്തിരിക്കും. രേവതിയുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. എന്താ, അനുസരിക്കില്ലേ? അവൻ ചിരിച്ചു. കമ്പ്യൂട്ടറിലേക്ക് വീഡിയോ അവൻ അപ്ലോഡ് ചെയ്തു. ഹാൻഡി ക്യാമിലെ ദൃശ്യം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കോളിംഗ് ബെൽ ശബ്ദിച്ചു. കമ്പ്യൂട്ടർ ഷട്ട് ഓഫ് ചെയ്തിട്ട് അവൻ പുറത്തു വന്ന വാതിൽ തുറന്നു. പ്രിയങ്ക ഏതാനും കവറുകളും തൂക്കിപ്പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. അവിടെ നിന്ന് നീ എപ്പോഴാ കടന്നു കളഞ്ഞത്? വീട്ടിലേക്ക് കയറുമ്പോൾ പ്രിയങ്ക ചോദിച്ചു. അനിലിനൊരു വണ്ടി നോക്കാൻ പോയതാമേ. പ്രിയങ്ക മുറിയിലേക്ക് പോയപ്പോൾ ഒരു കള്ളച്ചിരി അവൻ്റെ മുഖത്തുണ്ടായി. 6 ആഴ്ചകൾക്ക് ശേഷം സുധീഷും നിരഞ്ജനയും കിച്ചനെയും കൂട്ടി ഡോക്ടറെ കാണാനെത്തി. പ്ലാസ്റ്റർ നീക്കം ചെയ്തിട്ട് എക്സ്റേ എടുത്തു. മിക്കവാറും 2 ആഴ്ചത്തേക്ക് കൂടി പ്ലാസ്റ്റർ വേണ്ടി വരുമെന്ന് ഡോക്ടർ ചെറിയാൻ തോമസ് സൂചന കൊടുത്തിരുന്നു. അതിൻ്റെ ഉത്കണ്ഠയിലായിരുന്നു സുധീഷ്. വീണ്ടും ഡോക്ടറെ കണ്ടു. എക്സ്റേ പരിശോധിച്ചിട്ട് ഡോക്ടർ ചെറിയാൻ തോമസ് ചിരിച്ചു. പ്ലാസ്റ്റർ വേണ്ട, ബാൻഡേജ് ചുറ്റിയാൽ മതി. സുധീഷ് ആശ്വാസത്തോടെ നിരഞ്ജനയെ നോക്കി. അവൾ പുഞ്ചിരിച്ചു. ബാൻഡേജ് ചുറ്റി സുധീഷ് പുറത്തു വന്നു. നിരഞ്ജനയുടെ ചുമലിൽ പിടിച്ചാണ് അവൻ നടന്നത്. കാറിൽ കയറിയ ഉടൻ അവൾ വിവരങ്ങൾ ജയന്തിയെയും വിശ്വനാഥനെയും വിളിച്ചറിയിച്ചു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. സഹായം കൂടാതെ സുധീഷ് വീട്ടിനുള്ളിൽ നടക്കാൻ തുടങ്ങി. ബാൻഡേജ് പൂർണ്ണമായും ഒഴിവാക്കി. പാലാരിവട്ടം ബ്രാഞ്ചിലേക്ക് സുധീഷിന് ട്രാൻസ്ഫർ ശരിയായി കിട്ടി. അന്ന് അത്താഴ സമയത്ത് വിവരം സുധീഷ് വിശ്വനാഥനെയും ജയന്തിയെയും അറിയിച്ചു. ജയന്തിക്ക് അതൊരു ഷോക്കായിരുന്നു. ട്രാൻസ്ഫർ ഒന്ന് ഒഴിവായി കിട്ടാൻ പറ്റുമോ മോനെ? ആരെയാ നമ്മൾ കാണേണ്ടത്? എവിടെയായാലും ജോലി ചെയ്യണ്ടേ അമ്മേ? എറണാകുളം അത്ര ദൂരത്തൊന്നുമല്ലല്ലോ. അവൻ നിസ്സാരമട്ടിൽ പറഞ്ഞു. യാത്ര കുറച്ച് കൂടുതലാ. നിന്റെ കണ്ടീഷൻ ഒന്ന് ശരിയാവുന്നതുവരെ ഒരു ഡ്രൈവറെ വയ്ക്കാം. വിശ്വനാഥൻ അഭിപ്രായപ്പെട്ടു. ഒരു വീടോ ഫ്ലാറ്റോ എടുക്കാമെന്നാ എനിക്ക് തോന്നുന്നത്. നിരഞ്ജനയ്ക്കും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാം. മനസ്സിലിരിപ്പ് സുധീഷ് പറഞ്ഞു. വാടകയ്ക്ക് പോകാനോ? പറ്റില്ല. കേട്ടപാടെ ജയന്തി ശക്തിയായി എതിർത്തു. അതൊരു നല്ല ആശയമാണെന്ന് വിശ്വനാഥന് തോന്നി. സുധിയും നിരഞ്ജനയും കുറച്ചു കാലം കോട്ടയത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ഇനിയുള്ള തൻ്റെ ചില നീക്കങ്ങൾക്ക് നല്ലത്. ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന ആഗ്രഹം മോൾക്കുണ്ടോ? വിശ്വനാഥൻ നിരഞ്ജനയോട് ചോദിച്ചു. ഭംഗിയായി അവൾ ചിരിച്ചു. ആ ചിരിയിൽ മറുപടി ഉണ്ടായിരുന്നു. മോള് പറ. സുധിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫറായ നിലയ്ക്ക് ഞാനും അവിടേക്ക് പോകുന്നതല്ലേ അച്ഛാ ബെറ്റർ? എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? ഈ വീട്ടിൽ 2 മനുഷ്യജീവികൾ മാത്രമായോ? ജയന്തി പരിതപിച്ചു. ഒരു മാറ്റം നല്ലത് തന്നെയാ ജയന്തി. നിങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഞാൻ ഏർപ്പാടാക്കി തരാം. മോള് ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യട്ടെ. വിശ്വനാഥൻ്റെ തീരുമാനം കേട്ടതോടെ ജയന്തി ദുർബലയായി. അയാൾ എതിർക്കുമെന്നാണ് ജയന്തി കരുതിയത്. എപ്പോഴാ നിനക്ക് ജോയിൻ ചെയ്യേണ്ടത്? തിങ്കൾ ജോയിൻ ചെയ്യാനാ എൻ്റെ തീരുമാനം. ശരി, 2 ദിവസത്തിനുള്ളിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുക്കാം. മോളും വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. അവൾ തലയാട്ടി. ജയന്തി ഒറ്റപ്പെട്ടു. ഇടപ്പള്ളിയിൽ ഒരു ഫ്ലാറ്റിന് ഞാൻ 3 വർഷം മുമ്പ് അഡ്വാൻസ് കൊടുത്തിരുന്നു. 6-7 മാസം കഴിയുമ്പോൾ അത് ഓപ്പൺ ആവും. അതുവരെ നിങ്ങൾ വാടകയ്ക്ക് താമസിച്ചാൽ മതി, അയാൾ പറഞ്ഞു. അപ്പോൾ ഈ കുടുംബ വീട്ടിൽ അവർ ഒരിക്കലും വരണ്ടെന്നാണോ വിശ്വേട്ടൻ പറയുന്നത്? വിശ്വനാഥൻ ഭാര്യയെ അമർത്തിയൊന്ന് നോക്കി. സൗകര്യം കൂടുതലുള്ളിടത്ത് താമസിക്കുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കുടുംബ വീടും കെട്ടിപ്പിടിച്ചിരുന്നാൽ അത് നടക്കില്ല. സംഭാഷണം അവിടെ അവസാനിച്ചു. സുധീഷും നിരഞ്ജനയും ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി. വിശ്വേട്ടൻ എതിർപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേനെ. ജയന്തി നീരസം പ്രകടിപ്പിച്ചു. ഇതൊരു നല്ല അവസരമായിട്ടാ ഞാൻ കാണുന്നേ. മാസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആ പെണ്ണ് പ്രസവത്തോട് കൂടുതൽ അടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞു കിട്ടുന്നത് വരെ അവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാതിരിക്കുന്നതല്ലേ നല്ലത്? ജയന്തി ചിന്തയിലാണ്ടു. കുഞ്ഞിനെ കോട്ടയത്ത് തന്നെയുള്ള വിശ്വാസമുള്ള ഒരു ഓർഫണേജിൽ കൊണ്ടെത്തിക്കുന്നത് വരെ സമാധാനമെന്ന വാക്ക് നമുക്കുണ്ടാവുമോ? ഇല്ലെന്ന് ജയന്തി തലയാട്ടി. ആ പെണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഡോക്ടറെ കാണുന്നുണ്ടോ?
ചെക്കപ്പ് മുടക്കം വരാതെ നടത്താൻ ഞാൻ രാജപ്പനോട് പറഞ്ഞിട്ടുണ്ട്. പുനലൂരിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നുമുണ്ട്. ജയന്തിക്ക് ആശ്വാസം തോന്നി. കുഞ്ഞിനെ നമുക്ക് വേണം, ഒരു കുറവും വരരുത്. അത് മനസ്സിൽ തോന്നിയിട്ടല്ലേ ഡോക്ടറെ കാണിക്കാൻ ഞാൻ അയാളോട് പറഞ്ഞത്. കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച വഴിക്ക് പോയാൽ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാകും. വെറുതെ കുഞ്ഞിനെ രാജപ്പൻ വിട്ടുതരികയും വേണ്ട. അയാൾ ചോദിക്കുന്ന പണം ഞാൻ കൊടുക്കും. എന്തും കൊടുക്കാം വിശ്വേട്ടാ. ഞാനും വിശ്വേട്ടനും ഏട്ടനും മാത്രം ആ സത്യം അറിഞ്ഞാൽ മതി. ഇനി കിച്ചണിൽ നിന്ന് നമ്മൾ അത് ഒളിച്ചു വെക്കണം. അവനൊരു വിവാഹം ചെയ്യുമ്പോൾ ഭാര്യയോട് പറഞ്ഞുകൂടുന്നില്ല. കുഞ്ഞിനെ അബോർട്ട് ചെയ്തെന്ന് അവനെ അറിയിക്കാൻ ഞാൻ ഏട്ടനോട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ആ രാജപ്പനെ എനിക്കൊന്ന് നേരിൽ കാണണം. വിശ്വനാഥൻ മൂളി. ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സുധിയോ നിരഞ്ജനയോ ഇതറിഞ്ഞതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല. മനസമാധാനം ഇല്ലാതാവുമെന്ന് മാത്രം. കുട്ടികളൊക്കെയായി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. മറ്റൊരു പേരക്കുട്ടിയുടെ സംരക്ഷണ ചുമതല നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം അതായിരിക്കും. ഒരു ദൈവശിക്ഷയെയും നമ്മൾ ഭയപ്പെടേണ്ട. ജയന്തി സ്വയം സമാധാനിച്ചു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, ആത്മാർത്ഥമായി പറഞ്ഞിട്ട് അയാൾ എഴുന്നേറ്റു. പിന്നെ അർച്ചനയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. വിശ്വേട്ടനും അവളെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അതിനൊരു അവസരം വരട്ടെ. അയാൾ വാഷ് ബേസിനടുത്തേക്ക് നടന്നു. ജയന്തി ഒന്ന് നിശ്വസിച്ചു. ഒരു പെണ്ണിനെ അറിയാൻ മറ്റൊരു പെണ്ണിനെ കഴിയൂ. ഒരു വട്ടം തനിക്ക് അവളെ ഒന്ന് കാണണം. സുധിയുടെ കുഞ്ഞിൻ്റെ അമ്മയെ. ജയന്തിയുടെ മിഴികൾ നീരണിഞ്ഞു. സുധീഷിൻ്റെ അരികിൽ വന്ന് നിരഞ്ജന കിടന്നു. അച്ഛൻ്റെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ സുധിക്ക് അമ്മയോട് മുഷിയേണ്ടി വന്നേനെ. ചെരിഞ്ഞിട്ട് അവൻ്റെ നെഞ്ചിൽ അവൾ കൈവച്ചു. അച്ഛൻ മണ്ടൻ കളിച്ചതൊന്നുമല്ല എന്നെ ഇവിടുന്ന് മാറ്റി നിർത്തണമെന്ന് കരുതിയ പിന്തുണ തന്നത്. ഒരു മാറ്റം നല്ലതാണെന്ന് പറഞ്ഞത് താൻ ശ്രദ്ധിച്ചില്ലേ? അവൾ മൂളി. മകൻ്റെ മനസ്സിൽ നിന്ന് ഓർമ്മകൾ പെയ്തൊഴിയാൻ അത് വേണമെന്ന് അച്ഛൻ അറിയാമായിരുന്നു. എല്ലാവരും അവരവരുടേതായ സ്വാർത്ഥതകൾക്ക് വില കൽപ്പിക്കുന്നു. താണുകൊടുക്കാൻ ആർക്കും വയ്യ. ജയിച്ചുകൊണ്ടേയിരിക്കണം, അവൾ പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. അവനെ ചുറ്റിക്കിടന്ന് അവൾ മെല്ലെ ഉറക്കത്തിലേക്ക് പോയി. ഞായറാഴ്ച രാവിലെ സുധീഷും നിരഞ്ജനയും എറണാകുളത്തേക്ക് പോയി. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിനടുത്തായിരുന്നു ആ ഫ്ലാറ്റ്. എല്ലാ ഏർപ്പാടുകളും വിശ്വനാഥൻ ചെയ്തിരുന്നു. ഫ്ലാറ്റിൻ്റെ ഉടമ ഒരു സ്ത്രീയായിരുന്നു. അവർ കൃത്യസമയത്ത് അവിടെ എത്തി. വാതിൽ തുറന്ന് അവർ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു. 2 ദിവസം മുമ്പ് ക്ലീൻ ചെയ്തിട്ടതാ. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അഡീഷണലായി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ആ സ്ത്രീ നിരഞ്ജനയോട് പറഞ്ഞു. അവൾ ചിരിച്ചു. വരൂ, കിച്ചൺ കാണാം. നിരഞ്ജന അവരുടെ കൂടെ പോയി. സുധീഷ് ഓരോ മുറിയും കയറി ഇറങ്ങി. 4 ബെഡ്റൂമുകളുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട് മുറികളിൽ. 2 മുറികളുടെ ജനൽ തുറക്കുന്നത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് നേരെയാണ്. വിശാലമായ ഗ്രൗണ്ട്. അവിടേക്ക് നിരഞ്ജനയും വന്നു. ആ കാഴ്ച അവളുടെ മനസ്സിന് കുളിർമ പകർന്നു. ഞങ്ങൾക്കിഷ്ടമായി, അവൾ ഫ്ലാറ്റ് ഉടമയോട് പറഞ്ഞു. അവർക്ക് സന്തോഷമായി. ഇന്ന് തന്നെ താമസിച്ചു തുടങ്ങുകയാണോ? അവർ ചോദിച്ചു. അതെ, സുധീഷാണ് മറുപടി പറഞ്ഞത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ തന്നെ വിളിച്ചാൽ മതി. രവിവർമ്മ ക്ലബിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. നിരഞ്ജനയ്ക്ക് അവർ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. അതവൾ മൊബൈലിൽ ഫീഡ് ചെയ്തു. അവർക്കൊപ്പം സുധീഷും താഴേക്ക് പോയി. നിറഞ്ഞ മനസ്സോടെ നിരഞ്ജന സെറ്റിയിലിരുന്നു. എൻ്റെ ദൈവങ്ങളെ, എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയേണ്ടത്? ജനലിനടുത്ത് വന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കി അവൾ കൈകൂപ്പി. സെക്യൂരിറ്റിക്കാരൻ ബാഗുകളുമായി അകത്തേക്ക് വന്നു. ഡ്രസ് അടുക്കി വയ്ക്കുന്ന ജോലിയിലേക്ക് നിരഞ്ജന നീങ്ങി. വൈകുന്നേരമായതോടെ ഒരു വീടിൻ്റെ നിറവ് അവിടെ ഉണ്ടായി. സുധീഷ് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു വന്നു. കുളി കഴിഞ്ഞ് പുതിയ സാരി ചുറ്റി ആദ്യത്തെ ചായ നിരഞ്ജന സുധീഷിന് കൊടുത്തു. പുഞ്ചിരിയോടെ അവനത് വാങ്ങി. നമുക്ക് ക്ഷേത്രത്തിലേക്കൊന്ന് പോയാലോ? പോകാം, ഭക്ഷണവും പുറത്തു നിന്നാവാം. അവൾ ചിരിച്ചു. വാക്കുകൾ കുറച്ച് ഉപയോഗിക്കുകയും മൃദുവായ ചിരിയിലൂടെ ഏത് സമസ്യയ്ക്കും ഉത്തരം പറയുകയും ചെയ്യുന്ന നിരഞ്ജനയുടെ സമീപനമാണ് തന്നെ അവളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതെന്ന് അവൻ ഓർത്തു. സുധീഷ് വേഗം കുളി കഴിഞ്ഞിറങ്ങി. 6:30 മണിയോടെ അവർ ക്ഷേത്രത്തിലെത്തി. എറണാകുളത്തപ്പൻ്റെ മുന്നിൽ അഞ്ജലി ബദ്ധയായി നിരഞ്ജന നിന്നു. അവളുടെ മിഴിയോരം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരു തരം നിസ്സംഗതയായിരുന്നു സുധീഷിൽ കണ്ടത്. അവളുടെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ കൂട്ടുനിന്ന ഭാവം. തൊഴുതെന്നു വരുത്തി അവൻ പുറത്തു കടന്നു. ദീപാരാധന കൂടി തൊഴുതിട്ടാണ് അവർ പുറത്തു വന്നത്.
ഒരു റെസ്റ്റോറൻറ്റിൽ കയറി രണ്ടാളും ഭക്ഷണം കഴിച്ചു. ഫ്ലാറ്റിലെത്തിയിട്ട് നിരഞ്ജന ജയന്തിയെയും ഭാഗ്യലക്ഷ്മിയെയും വിളിച്ച് വിവരങ്ങൾ പങ്കിട്ടു. രാത്രി 9:30 മണി വരെ സുധീഷ് ന്യൂസ് ചാനൽ കണ്ടിരുന്നു. പിന്നെ ബെഡ്റൂമിലേക്ക് വന്നു. നിരഞ്ജന അലമാരയുടെ മുന്നിലായിരുന്നു. അവൻ ബെഡിൽ ചെന്ന് കിടന്നു. അലമാര അടച്ചിട്ട് അവൾ ബെഡിൽ വന്നിരുന്നു. നാളെ ജോയിൻ ചെയ്യുന്നുണ്ടോ? അവൾ ചോദിച്ചു. അവൻ എഴുന്നേറ്റ് കട്ടിലിലേക്ക് ചാരിയിരുന്നു. എന്തിനാ ലീവ് വെറുതെ നീട്ടുന്നത്? നിരഞ്ജന അഡ്വക്കേറ്റ് മൂർത്തിയെ കാണാൻ പോകുന്നുണ്ടോ? പോകണം. അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആവുന്നത് വലിയ കാര്യമല്ലേ? അച്ഛൻ്റെ അടുത്ത സുഹൃത്താ മൂർത്തി സാർ. എന്ത് തോന്നുന്നു നമ്മുടെ ഈ മാറ്റത്തെക്കുറിച്ച്? ഒരു ചെറുചിരി സുധീഷിലുണ്ടായി. എന്തു മാറ്റം? ഉറങ്ങാനൊരു കിടക്ക. അവൾ ചിരിച്ചു. കുറച്ചു നേരം അവൻ അവളെ നോക്കിയിരുന്നു. ചിലർക്ക് ബെഡ് മാറിയാൽ 1-2 ദിവസം ഉറങ്ങാൻ പ്രയാസാന്ന് കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെയൊന്നുമില്ല, അവൾ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. സുധീഷ് അവളുടെ ചുമലിൽ കൈവച്ചു. അവൾ ഒരു മാത്രം മുഖത്തേക്ക് നോക്കി. ഈ മാറ്റത്തിന് അത്ര വിലയെ കൽപ്പിച്ചുള്ളോ? ഞാനൊന്നും ആഗ്രഹിക്കില്ല സുധി. സുധിയുടെ സമാധാനം, അതാണ് എനിക്ക് പ്രധാനം. ജീവിതം ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുത്തയാളാ സുധി. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നിരഞ്ജനയ്ക്ക് വിശ്വസിക്കാനായില്ല. അവൻ്റെ നെഞ്ചോട് അവൾ മുറുകി ചേർന്നു. പിന്നെ അവളുടെ മുഖം അവൻ കയ്യിലെടുത്തു. നിന്റെ സഹനം എന്നെ നൊമ്പരപ്പെടുത്തുന്നു. എന്നെ സഹിക്കുന്നത് സുധിയല്ലേ? മൃദുവായി അവൻ അവളുടെ നെറ്റിയിൽ ആദ്യമായി ചുംബിച്ചു. അവളുടെ ഓരോ അണുവും ത്രസിച്ചു. മുറുകെ പുണർന്ന് അവൻ അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി. അവൻ വലിച്ചു കെട്ടി വേർതിരിച്ച സൗഹൃദമെന്ന നൂൽച്ചരട് പൊട്ടിപ്പോകുന്നത് നിരഞ്ജന അറിഞ്ഞു. എപ്പോഴോ സുധീഷ് തളർന്നു വീഴുമ്പോൾ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ ഇരുളിലേക്ക് നോക്കിക്കിടന്ന് അവൾ മന്ദഹസിച്ചു. നിരഞ്ജന ഒരു ഭാര്യയായി. സുധീഷിൻ്റെ സ്വന്തം ഭാര്യ. മീശ താഴ്ത്തി വെച്ച് രാജപ്പൻ പെരുമ്പടപ്പ് വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് വന്നു. രാജപ്പനെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തു. രാജപ്പൻ അകത്ത് കടന്നു. കൂട്ടിൽ കിടന്ന നായ്ക്കൾ ഇടിവെട്ടും പോലെ കുരയ്ക്കാൻ തുടങ്ങി. അയാൾ മുറ്റത്തെത്തിയപ്പോൾ വിശ്വനാഥൻ വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്കിറങ്ങി. ആ, കയറി വാ. രാജപ്പൻ സിറ്റൗട്ടിൽ കയറി. വിശ്വനാഥൻ കസേരയിൽ ചെന്നിരുന്നു. മുണ്ടും കൈയുള്ള ബനിയനുമായിരുന്നു വിശ്വനാഥൻ്റെ വേഷം. ജയന്തി, അകത്തേക്ക് നോക്കി വിശ്വനാഥൻ വിളിച്ചു. ജയന്തി പുറത്തു വന്നു. ഇതാണ് രാജപ്പൻ, വിശ്വനാഥൻ പറഞ്ഞു. അർച്ചനയ്ക്ക് സുഖമല്ലേ? ഗൗരവത്തിൽ ജയന്തി അയാളോട് ചോദിച്ചു. അതെ. രാജപ്പൻ വിനീതനായി. അവൾക്കിപ്പോൾ എത്ര മാസമായി? 4 മാസമായിട്ടുണ്ടാവും. ഇനിയൊരു 2 മാസം കൂടിയേ അവളെ വീട്ടിൽ പാർപ്പിക്കാൻ പറ്റൂ. അതൊരു നാട്ടും പുറമാ. അയൽക്കാർ എപ്പോഴും കയറി വരും. നിസ്സഹായ അവസ്ഥ രാജപ്പൻ പറഞ്ഞു. എവിടേക്കാ നിങ്ങൾ അവളെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നത്? ജയന്തി ആരാഞ്ഞു. പരിചയത്തിൽ ചായക്കട നടത്തുന്ന ഒരു സ്ത്രീയുണ്ട്. അവർക്ക് ബന്ധുക്കളോ സ്വന്തക്കാരോ ആ നാട്ടിലില്ല. ബന്ധത്തിലുള്ള ഒരു കുട്ടിയെന്ന് അവർ നാട്ടുകാരോട് പറഞ്ഞോളും. അവർക്ക് ചില്ലറ കാശ് കൊടുത്താൽ മതി. പ്രസവം വരെ ഒരു മുട്ടും വരാതെ കൂടെ നിർത്തിക്കോളും. എൻ്റെ ഭാര്യയ്ക്കും അവിടെ ചെന്ന് വിവരങ്ങളും അന്വേഷിക്കാം. എല്ലാം കൊണ്ടും അതാ മാഡം നല്ലത്. ജയന്തി മൂളി. പിന്നീട് പൊല്ലാപ്പൊന്നും ആവില്ലല്ലോ? വിശ്വനാഥൻ ചോദിച്ചു. ഇല്ല സാറേ, എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. പ്രസവം കഴിയുമ്പോൾ അർച്ചന നിലപാടൊന്നും മാറ്റില്ലല്ലോ? ഇല്ലെന്ന് 100% ഉറപ്പ്. അബോർഷന് തയ്യാറായി വന്നതല്ലേ അവൾ? പ്രസവം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വിവാഹ തീയതിയും കുറിച്ചിട്ടുണ്ട്. സാറിനറിയാമല്ലോ, എൻ്റെ പെൺമക്കളുടെ ഭാവിയെ കരുതിയ അവൾ ഞങ്ങൾക്കൊപ്പം നിന്നത്. കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്നതിൻ്റെ തലേനാളും സുധീഷ് സാറ് വിളിച്ചിറക്കിക്കൊണ്ടു പോകാൻ വന്നിട്ടും അവൾ പോകാതിരുന്നത് അത് ഓർത്തിട്ട് മാത്രമാ. സുധിയുടെ വിവാഹ തലേനാൾ അവൾ വിളിച്ചതോ? വിവാഹക്കാര്യമൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല സാറേ. ചതി പിണഞ്ഞെന്നറിഞ്ഞാൽ ഏത് പെണ്ണാ സാറേ വിളിച്ചു പോകാത്തത്? അവൾ നല്ല പെങ്കൊച്ച. എൻ്റെ മക്കളെ ഓർത്ത് ജീവിതം ഹോമിച്ച് കളയേണ്ട കാര്യമൊന്നും അവൾക്കില്ല. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള പെങ്കൊച്ചുങ്ങളെ കാണാൻ കിട്ടുമോ? അവർക്കൊരു വിശ്വാസമുണ്ടാവാൻ രാജപ്പൻ അർച്ചനയെ വാഴ്ത്തി പറഞ്ഞു. ജയന്തിയുടെ മനസ്സ് നീറി. അവളുടെ കാര്യത്തിൽ രാജപ്പൻ ഒരു കുറവും വരുത്തരുത്. ഒരു ഗർഭിണിക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും അവൾക്ക് കിട്ടണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും രാജപ്പൻ ഇങ്ങോട്ട് വിളിച്ചു പറയണം. ജയന്തി ഓർമ്മിപ്പിച്ചു. ഞാനത് ചെയ്യാം മാഡം. വിശ്വനാഥൻ എഴുന്നേറ്റു. രാജപ്പൻ നിൽക്ക്. ജയന്തി വന്നേ. അയാൾ അകത്തേക്ക് പോയി. പിന്നാലെ ജയന്തിയും നീങ്ങി. എന്തെങ്കിലും കാര്യമായി തടയുമെന്ന് രാജപ്പൻ ഓർത്തു. കുറച്ചു കഴിഞ്ഞ് വിശ്വനാഥൻ ഒരു കടലാസ് പൊതിയുമായി വന്നു. അത് രാജപ്പൻ്റെ നേരെ നീട്ടി. 1 ലക്ഷം രൂപയുണ്ട്. അവളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാ. നിന്നോട് പറഞ്ഞ പണം
കൊച്ചിനെ കൈമാറുമ്പോൾ തരും. നിറഞ്ഞ ചിരിയോടെ രാജപ്പൻ പണം കൈപ്പറ്റി. സുധീഷും ഭാര്യയും ഇവിടെയില്ല. അവൻ ട്രാൻസ്ഫറായി ചെന്നൈക്ക് പോയി. ഇനി കേരളത്തിലേക്കില്ലെന്നാ അവൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ നീക്കങ്ങൾക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. എന്നാൽ രാജപ്പൻ ചെല്ല്. ശരി സർ. പണം മടിക്കുത്തിൽ താഴ്ത്തി രാജപ്പൻ ഇറങ്ങിപ്പോയി. അടുത്ത ഭാഗം നാളെ.